മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ 4ാം ക്ലാസ് അറബിക്ക് 2ാം പാദവാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം, അതിൻ്റെ ഉത്തരവും കണ്ടെത്താം. മക്കൾ ചാനലിൽ ആദ്യമായി, ജലീൽ മാസ്റ്റർ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് 4ാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ 4th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. കുറേ വീഡിയോസിൻ്റെ ലിസ്റ്റാണെന്ത് പ്ലേ ലിസ്റ്റ്. ആ പ്ലേ ലിസ്റ്റിൽ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അതിൽ പോയ ആ ക്ലാസ്സുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോന്നും മക്കൾക്ക് ദിവസവും കാണാം കേട്ടോ. ഇൻഷാല്ലാ നമുക്കിനി ഓരോ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താ? നിക്കുമലിൽ ബയാനബി അഅ്ല അൽ ഉസ്ര. ഫാമിലി മെമ്പേഴ്സ് വെച്ചിട്ട് ഇത് പൂർത്തിയാക്കണം അല്ലേ. ഇവിടെ ഒരു ഫാമിലി ഉണ്ട് അല്ലേ. ഈ ഫാമിലിയിലെ ആളുകൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഒന്നാമത് യജിലിസു ഇരിക്കുന്നു, അലൽ കുർസി ചെയറിൽ. ചെയറിൽ ഇരിക്കുന്നത് ആരാണ് ഇവിടെ? ചെയറിൽ ഇരിക്കുന്നു അൽ ജദ് അല്ലേ. യജിലിസു ആയതുകൊണ്ട് നമുക്ക് ആരുടെ പേര് കൊടുക്കാം? അൽ ജദ്ദു. ആരാണ് ഇരിക്കുന്നത്? ജദ്. ഇനി തജ്ലിസു ഒരു ഗേളാണ്, അപ്പൊ അതായിരിക്കും വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആരാണത്? ഇതല്ലേ. ആരാണ്? അൽ ജദ്ദത്ത്. ജദ്ദത്ത് വല്യമ്മ ഒരു ഗേളാണ്. പിന്നെ യഷ്റബു കുടിക്കുന്നു, ഒരാൾ കുടിക്കണ്ടല്ലോ ഇവിടെ. ആരാണത്? അൽ അബു അല്ലേ, അബു. ഇനി എൽ അബു ബിൽ ഖുറ, പന്ത് കൊണ്ട് കളിക്കുന്നത് ആരാ? ഇതാണ് അല്ലേ. അവനാരാണ്? അൽ അഹു ബ്രദർ അല്ലേ മക്കളെ. ഇനി തക്കിഫുൽ ഉമ്മു, ഉമ്മ നിൽക്കുന്നു. പിന്നെ ആരാണ്? വേറെ കുട്ടിയുണ്ട് അല്ലേ. വൽ ഊഖ്തു, ഊഖ്തു. ആരൊക്കെയാണ്? ഉഖ്തും ഉമ്മയും ഫിൽ ഹദീക, പൂന്തോട്ടത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താണ്? നുക്കുമൊരു ഷജറത്തലായില്ല, ഫാമിലി ട്രീ പൂരിപ്പിക്കാനാണ് അല്ലേ. ഇപ്പൊ എന്തൊക്കെ അറിയാം? ഇവിടെ അബുണ്ട്, അനയുണ്ട്, അബുണ്ട്, ഉമ്മുണ്ട് അല്ലേ. പിന്നെ ഇനി എങ്ങനെ വരയ്ക്കണം? അമ്മത്തോ. ഇവിടെ ആര് വെക്കാം? നമുക്ക് അമ്മ വെക്കാം അല്ലേ. പിന്നെ ഇവിടെ ആര് വെക്കാം? ജദ് അല്ലേ. പിന്നെ ജദ്ദത്ത് വല്യമ്മ. ഇനി ഉമ്മയുടെ കാര്യത്തിൽ ഖാലുണ്ട്, അപ്പൊ ഇവിടെ ഖാലത്ത് വെക്കാം അല്ലേ. ഖാലത്ത് വെക്കാം. പിന്നെ ആര് വെക്കാം? അഹ് അല്ലേ, അഹ് വെക്കാം. പിന്നെ ഊഹത്തും വെക്കാം കേട്ടോ. ഊഹത്തും വെക്കാം. ഇങ്ങനെ എഴുതിയത് നമുക്ക് പൂരിപ്പിക്കാം. എന്നിട്ട് ഒരു എന്താണ് ഇവിടെ ഒരു പാരഗ്രാഫ് നിങ്ങൾ പൂർത്തിയാക്കുകയുമാണ്. എന്താണ്? അന റാഷിദ്, ഞാൻ റാഷിദാണ്. ലീ അബുൻ വ ഉമ്മുൻ, എനിക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട്. പിന്നെന്ത് പറയാം അല്ലേ? വ അമ്മുൻ, വ അമ്മുൻ. അപ്പൊ വാ ചേർത്ത് എഴുതണം. പിന്നെ വ അമ്മത്തുൻ. പിന്നെയോ വ ജദ്ദത്തുൻ. പിന്നെയോ വ ജദ്ദുൻ അല്ലേ. വ ഖാലുൻ, വ ഖാലത്തുൻ അല്ലേ. വ അഹുൻ, വ ഉഖ്തുൻ. ഇങ്ങനെ വിശദമായിട്ട് എഴുതണം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് അൻഷദ രാജു ഉൻഷൂദൻ. രാജു ഒരു പാട്ട് പാടി, ആ പാട്ട് നമുക്ക് പൂർത്തിയാക്കാം. ഷംസിയത്തി ജമീല, ഷംസിയത്തി ജദീദ, ഷംസിയത്തി 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 മുലവന. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് വാക്കുണ്ട്. മുക്കബ്ബറ വലുത്, അനീസ കൂട്ടുകാരി, റഫീഅ ഉയർന്നവൾ, നളീഫ വൃത്തിയുള്ളവൾ. ഇത് വെച്ച് നമുക്ക് പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കാം? ഷംസിയത്തി ജമീല പോലെ ഷംസിയത്തി അനീസ അല്ലേ. ഷംസിയത്തി അനീസ. പിന്നെയോ ഷംസിയത്തി റഫീഅ, ഷംസിയത്തി റഫീഅ. പിന്നെയോ ഷംസിയത്തി 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 ഷംസിയത്തി
ഷംസിയത്തി മുദവ്വറ അല്ലേ? ഷംസിയത്തി ഷംസിയത്തി മുദവ്വറ. ഇനി പിന്നെ അടുത്തതും വീണ്ടും ഈ ഷംസിയത്ത് ഇവിടെ ചേർക്കണം അല്ലെ? ഷംസിയത്തി സ്വദീഖ, ഷംസിയത്തി നളീഫ അല്ലെ? ഷംസിയത്തി നളീഫ. വീണ്ടും എന്താണ് ഈ ഷംസിയത്തി നമുക്ക് ഇവിടെ ചേർക്കാം. പിന്നെ ഒരു ഷംസിയത്തിയും കൂടി നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അവസാനം എന്ത് ചെയ്യണം? മുക്കബ്ബറ. ഒരു വാക്കും കൂടി ചേർക്കാനല്ല നമുക്ക്. എന്താണ്? മുക്കബ്ബറ. മുലവ്വന പോലെ മുക്കബ്ബറ. സിമ്പിൾ അല്ലേ? ഇനി അടുത്തതോ യക്തുബ് കമാഫിൽ മുസാ. ഉദാഹരണത്തിലുള്ള പോലെ ഇതാ യക്കുൽ അർണബൽ ജസർ. ഇവിടെ അർണബ് എന്ത് ചെയ്യുന്നു? ജസർ തിന്നുന്നു അല്ലേ? അപ്പൊ ബക്കറത്തായപ്പോ എന്തായി? യക്കുലു എന്തായി? ഇവിടെ തവക്കുലു എന്നായി. ബക്കറത്ത് പുല്ല് തിന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ കുടിക്കുന്നു, പാല് കുടിക്കുന്നു. ഇവിടെ നമ്മുടെ ബത്തത്ത് കുടിക്കുമ്പോൾ നമ്മൾ തഷ്റബു എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താകും? ഇവിടെ കിത്ത് ഒരു ബോയാണ്. അപ്പൊ നമുക്ക് തഷ്റബു അല്ല പറയുന്നത്, നമുക്ക് എന്ത് പറയാം? യഷ്റബു എന്ന് പറയാം. എന്താണ്? യഷ്റബു എന്ന് പറയാം അല്ലേ? അങ്ങനെ അടുത്തത് എന്തായിരിക്കും? ഇവിടെ യഖ്റഉൽ അസദു വൽ ജരീദ. അസദ് പത്രം വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദജാജത്ത് എന്ത് വരും? യഖ്റഉക്ക് പകരം ദജാജത്ത് ഗേളാണ്. അപ്പൊ നമുക്ക് തഖ്റഉ എന്ന് പറയണം അല്ലേ? ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടൻ യക്തുബു എഴുതുകയാണ്. യക്തുബു ഇതാരാണ്? അൽ കൽബു. അൽ കൽബു, കൽബ് എഴുതുന്നു അല്ലെ? അപ്പൊ ഫറാഷത്ത് എഴുതുമ്പോ എങ്ങനെ പറയും? ഗേളാണ്. യക്തുബു എന്താകും? തക്തുബു എന്നാകും അല്ലെ? തക്തുബു എന്നാകും. ശരിയല്ലേ? ഇനി നമ്മുടെ ഇതാരാണ്? കിർദ്. കിർദ് അല്ലേ? അപ്പൊ കിർദ് കളിക്കുന്നു എന്ന് പറയണം. കളിക്കുന്നു നമ്മൾ എന്താ വാക്ക് നമ്മൾ പഠിച്ചത്? യൽ അബു. യൽ അബുൽ കിർദു. യൽ അബുൽ കിർദു ബിൽ ഖുറ. പന്ത് കൊണ്ട് കളിക്കുന്നു. ഇവിടെയോ ജിറാഫ് കളിക്കുകയാണ് അല്ലേ? അപ്പൊ എന്ത് പറയും? സറാഫത്താണ്. തൽ അബു വരും. തൽ അബു അസ്ദറാഫത്തു ബിൽ ഹബിൽ. വടി എന്താണ്? കയറ് കൊണ്ട് കളിക്കുന്നു എന്നാവും. ഓക്കെ. ഇനി അടുത്തതോ നുക്കുമിൽ ജുമല ഇക്റുൽ ജുമൽ വനുക്കുമലിൽ ഫറാഖ്. സെന്റൻസ് വായിച്ചിട്ട് താഴെ ഇതിലേക്ക് പൂരിപ്പിക്കാനാണ്. ഒന്നാമത് എന്താ? ദഹബത്തൽ മുദരിസത്തു ഇലൽ മദ്രസത്ത് ഫിസായത്ത് താസി. 9 മണിക്ക് ടീച്ചർ സ്കൂളിൽ പോയി. ബദാ ത്വാബൂർ സബാ ഫിൽ സായത്തിൽ ആഷിറ. അസംബ്ലി 10 മണിക്ക് തുടങ്ങി. തനാവല രാജു അൽ ഫത്തൂറ ഫിസായത്ത് സാമിന. രാജു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിക്ക് കഴിച്ചു. ഇതിലേതാ? ഇതാണ് രാജു അല്ലേ? അപ്പൊ നമുക്ക് 8 മണി ഇതിലുണ്ട് ഇതാ. അപ്പോ ഈ 1 ഇതാണ്. ഓക്കെ. ഈ സെന്റൻസാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി 9 മണി പറഞ്ഞു. 9 മണി ടീച്ചർ സ്കൂളിൽ പോകുന്നതല്ലേ? അതേതാണ്? ഇത് 2. ഈ 2 എന്നല്ല, ആ സെന്റൻസ് മുഴുവനായി എഴുതണം അല്ലേ? 10 മണിയാണ്. അത് അസംബ്ലി തുടങ്ങിയതാണ്. ഏതാണ്? 3 അല്ലേ? അത് നമുക്ക് 3ാമത്തെ സെന്റൻസ് ഇവിടെ ചേർക്കണം. ഇനി 4ാമത്തെ ഇവിടെ കളിക്കുന്നു അല്ലേ? എത്ര മണിക്കാ കളിക്കല്? വൈകിട്ട്. അപ്പൊ 4 മണി ആക്കണം അല്ലേ? അപ്പൊ യൽ അബുൽ വലതു. കുട്ടി കളിക്കുന്നു. ഏത് സമയത്ത്? ഫിസ്സാഅത്തി അറാബിഅത്തി അല്ലേ? 4 മണിക്ക് കളിക്കുന്നു. ഇനി 5ാമത്തെ പ്രവർത്തനം നഖ്റഉൽ വനുക്കുമലിൽ ഹിവ. വായിച്ച് ഹിവാർ പൂർത്തിയാക്കാൻ. മസാ നിജ്തമ ദാമിഷ്. വൈകിട്ട് ഡാനിഷ് കൂടി. വാസ്തികാഹു കൂട്ടുകാരും ഫിസ്സഫി ക്ലാസ്സിൽ കൂടി. നാക്കഷു അൻ രാജ. രാജുവിനെ കുറിച്ച് സംസാരിച്ചു. ലം യഹുദുർ സഫ മുന്തു അയ്യവും. 2 ദിവസമായി സ്കൂളിൽ വന്നില്ല. ലൈസ ലദൈഹി ഷംസി. അവന് കൊടയില്ല. കറൽ അസ്തിക വല മുസായിദിഹി. അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. കാല റാഷിദ് പറഞ്ഞു ഇന്ദി ഹസാല. എനിക്കൊരു മണി ബോക്സ് ഉണ്ട്. ഹസാലത്തു നുഖൂദ്. ഖാമത്ത് സൽമ വഖാലത്ത്. സെൽമയും പറഞ്ഞു എന്തി എനിക്കും ഉണ്ട് ഹസാല.
അഫിൽ യോമി താരി പിറ്റേ ദിവസം ജമാ ദാനിഷ് നുക്കൂത്ത്, ഡാനിഷ് ആ കോയിൻസ് കളക്ട് ചെയ്തു കൂട്ടുകാരൻ. ഷിറായ് സംസിയ കൊട വാങ്ങിക്കാൻ. ഫജാ അനാദുൽ മദ്രസ ഇല സഫ്, അങ്ങനെ HM ക്ലാസ്സിലേക്ക് പോകും. ഫദാറ ബൈനവും ഹിബാർ, അപ്പോൾ ഇവർ എന്താ സംസാരിച്ചത്? നാദുൽ മദ്രസ വന്നിട്ട് എന്ത് പറയാം? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പൊ കുട്ടികൾ എന്ത് പറയും? സബാഹന്നൂർ അല്ലേ, സബാഹന്നൂർ എന്ന് പറയും. അപ്പോൾ നാദുൽ മദ്രസ ചോദിച്ചു മാതാ തുനാക്കിഷു, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ദാരിസു, കുട്ടികൾ പറഞ്ഞു നുനാക്കിഷു എൻ സ്വദീഖിന രാജു, ഞങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് രാജുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നാദുൽ മരിച്ച ഹുവ ഐന നയിക്കും അല്ലേ, ഐന ഹുവ, അവനെവിടെ? അപ്പൊ മീനു പറഞ്ഞത് ഹുവ ഫിൽ ബൈത്ത്, അവൻ വീട്ടിലാണ്. അപ്പൊ നാദുൽ മരിച്ച ചോദിച്ചു അസാബഹു, എന്താണ് അവന് പറ്റിയെന്ന് അല്ലേ, മാതാ അസാബഹു. സലീമ പറഞ്ഞു ലൈസ ലദേഹി ഷംസി, അവന് കൊടയില്ല. അപ്പൊ നാദുൽ മരിച്ച എന്താണ് ചോദിച്ചത്? കൈഫ നുസാഇദുഹു, നമുക്ക് എങ്ങനെ അവനെ സഹായിക്കാം? അപ്പൊ അവര് പറഞ്ഞത് ജമാഅന നുക്കൂദലി ഷറായ സംശയം, ഞങ്ങള് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് കൊട വാങ്ങിക്കാൻ. അപ്പൊ നാദുൽ മദ്രസ പറഞ്ഞു ഐവ ഫിക്രത്തുണ്ടായ, ഗുഡ് ഐഡിയ. നെദ്ഹബ് ഇല സൂഖ് ഫി സയ്യാറത്തി, എന്റെ കാറിൽ നമുക്ക് എവിടെ പോകാം? സൂക്കിൽ പോകാം, അങ്ങാടി പോകാം. അപ്പൊ കുട്ടികള് ശുക്രൻ അല്ലേ, നന്ദി പറയും. നാദുൽ മദ്രസ എന്ത് പറയപ്പോ? അഫുവൻ, അങ്ങനെ എഴുതാം. ഇനി അടുത്തത് ചോദ്യം ഉണ്ടാക്കാനാണ്. രാജു സ്വദീഖു ഡാനിഷ്, അവിടെ ചോദ്യമൊക്കെ ഉണ്ട്. ഐന എവിടെ, മൻ ആര്, മത്ത എപ്പോൾ, കൈഫ എന്ത്, എങ്ങനെ, മാത എന്ത്. രാജു സ്വദീഖ് ഡാനിഷ്, രാജു ഡാനിഷിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ചോദ്യം എന്താണ്? ആരാണ് ഡാനിഷിന്റെ കൂട്ടുകാരൻ? ആരാണെന്നുള്ളതിനേതാ? മൻ. ഇജ്തമാ ദാനിഷ് മാ അസ്തികാഹി ഇസഫ്, ഡാനിഷും കൂട്ടുകാരും ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി. കൂട്ടുകാരോടൊപ്പം ഡാനിഷ് എവിടെയാണെന്നാണ്, എവിടെ എന്നുള്ളതിനേതാ? ഐന അല്ലേ, ഐന. കററ ദാനിഷു അസ്തികാഹുലി ഷിറായ് സംസിയ, ദിയ കൊട വാങ്ങിക്കാൻ കൂട്ടുകാർ തീരുമാനിച്ചു. അപ്പൊ എന്താണെന്നാണ് അല്ലേ, മാതാ കററ ദാനിഷ്. ദഹബു ഇല സൂഖ് ഫി സയ്യാറ, അവര് അങ്ങാടി പോയത് കാറിലാണ്. അപ്പൊ എങ്ങനെ പോയി, എങ്ങനെയാന്നുള്ളതിനേതാ? കൈഫ അല്ലേ, കൈഫ ദഹബു. ഇജ്തമാ ഡാനിഷു അസ്തികാഹു മസായൻ, ഡാനിഷും കൂട്ടുകാരും വൈകിട്ട് ഒരുമിച്ച് കൂടി. അപ്പൊ എപ്പോഴാണെന്നാണ്? മത്ത. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. സിമ്പിൾ അല്ലേ? ഇത്രയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചോളൂ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.